നമുക്ക് നേരെ കോട്ടയത്തേക്ക് പോകാം. അവിടെ നിന്നും സനോജ് സുരേന്ദ്രൻ കൂടി നമ്മളോടൊപ്പം ചേരുകയാണ്. സനോജ്, ഇപ്പോൾ കോട്ടയത്തിന്റെ നിലവിലത്തെ ഒരു തെരഞ്ഞെടുപ്പ് ചിത്രം എങ്ങനെയാണ്? ഈ ഒരു സമയം പോളിംഗ് എത്ര ശതമാനം പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു? ഏറ്റവും ഒടുവിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്ക് പ്രകാരം കോട്ടയം ജില്ലയിൽ 16.30% പേരാണ് വോട്ട് രേഖപ്പെടുത്തിയത്. അതിൽ നിയമസഭാ മണ്ഡലങ്ങൾ തിരിച്ചുള്ള കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ പാലായിൽ 15.34% പേരും, കടുത്തുരുത്തിയിൽ 14.78% പേരും, വൈക്കത്ത് 17.35% പേരും, ഏറ്റുമാനൂരിൽ 16.86% പേരും, കോട്ടയത്ത് 17.24% പേരും, പുതുപ്പള്ളിയിൽ 16.49% പേരും, ചങ്ങനാശ്ശേരിയിൽ 16.99% പേരും, കാഞ്ഞിരപ്പള്ളിയിൽ 16.31% പേരും, പൂഞ്ഞാറിൽ 15.75% പേരുമാണ് വോട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇതിന് നിലവിൽ വൈക്കം മണ്ഡലത്തിലാണ് ഏറ്റവും അധികം പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. 17.35% പേരാണ് വൈക്കത്ത് വോട്ട് രേഖപ്പെടുത്തിയത്. ജില്ലയിലെ എല്ലാ സ്ഥാനാർത്ഥിമാരും അതിരാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ജില്ലയിലെ മന്ത്രിയായിട്ടുള്ള VN വാസവൻ പാമ്പാടി MGM സ്കൂളിലാണ് വോട്ട് രേഖപ്പെടുത്തിയത്. അതുപോലെ തന്നെ ചാണ്ടിയുമ്മൻ വോട്ട് രേഖപ്പെടുത്തി. വൈക്കത്തെ LDF സ്ഥാനാർത്ഥി പ്രദീപ്, ചാലപ്പറമ്പ് TK മാധവൻ മെമ്മോറിയൽ UP സ്കൂളിലെത്തി വോട്ട് രേഖപ്പെടുത്തി. ജോസ് കെ മാണി പാലാ സെൻറ് തോമസ് സ്കൂളിൽ 159 നമ്പർ ബൂത്തിലെത്തി വോട്ട് രേഖപ്പെടുത്തി. അങ്ങനെ പ്രമുഖരായിട്ടുള്ള ആളുകൾ എല്ലാവരും തന്നെ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏറ്റുമാനൂർ പുന്നത്തറ ഗവൺമെൻറ് UP സ്കൂളിൽ ഏറ്റുമാനൂർ NDA സ്ഥാനാർത്ഥി ആതിര D നായർ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കോട്ടയത്തെ LDF സ്ഥാനാർത്ഥി K അനിൽകുമാർ തിരുവാർപ്പ് ഗവൺമെൻറ് UP സ്കൂളിലെ 166 നമ്പർ ബൂത്തിലെത്തി വോട്ട് രേഖപ്പെടുത്തി. അങ്ങനെ ജില്ലയിലെ എല്ലാ സ്ഥാനാർത്ഥിമാരും രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൽ നിലവിൽ രാവിലെ ഒരു പ്രധാനപ്പെട്ട ജില്ലയിൽ നിന്നുമുണ്ടായ പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് സുകുമാരൻ നായർ, NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം അദ്ദേഹത്തിൻ്റെ പ്രതികരണമായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ടതായി പുറത്തു വന്നത്. അതിൽ അദ്ദേഹം പറഞ്ഞത് തുടർഭരണം ഉണ്ടാവേണ്ടതുണ്ട് എന്നുള്ള തരത്തിലാണ് അദ്ദേഹത്തിൻ്റെ പ്രസ്താവന വന്നത്. ഒപ്പം തന്നെ ഈ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷണം ശരിയായ ദിശയിലാണ് നടക്കുന്നത് എന്നും സർക്കാരും കോടതിയും ആ കാര്യത്തിൽ കൃത്യമായി ഇടപെടുന്നുണ്ട് എന്നുമാണ് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത്. നിലവിൽ കോട്ടയം ജില്ലയിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്ന പല മണ്ഡലങ്ങളുമുണ്ട്. പക്ഷേ കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ സീറ്റ് ഇക്കുറി കിട്ടുമെന്നുള്ള പ്രതീക്ഷയാണ് LDFിനുള്ളത്. പ്രത്യേകിച്ച് പൂഞ്ഞാറിലും പാലായിലുമൊക്കെ നല്ല മത്സരമാണ് നടക്കുന്നതെങ്കിലും അവിടെ LDF സ്ഥാനാർത്ഥിമാർക്ക് വിജയിച്ച് കയറാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസമാണ് അവർ പങ്കുവയ്ക്കുന്നത്. ഒപ്പം തന്നെ പാമ്പാടിയിലെ വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം മാധ്യമപ്രവർത്തകരെ കണ്ട VN വാസവൻ ഏറ്റുമാനൂരിൽ ഇക്കുറി മിന്നുന്ന വിജയമുണ്ടാകുമെന്നും കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ സീറ്റുകൾ ഇത്തവണ കോട്ടയം ജില്ലയിൽ LDFിന് ലഭിക്കുമെന്നുമാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. ഒപ്പം തന്നെ ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഭരണപക്ഷത്തിനെതിരെയായിരുന്നു അഴിമതി ആരോപണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ ചർച്ചകൾ നടക്കുന്നത് എങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ സംസ്ഥാനത്തും രാജ്യത്തും ആദ്യമായിട്ടായിരിക്കാം ഒരു പ്രതിപക്ഷത്തിൻ്റെ അഴിമതി ചർച്ച ചെയ്യപ്പെട്ട ഒരു പ്രധാന തെരഞ്ഞെടുപ്പായി ഈ തെരഞ്ഞെടുപ്പ് മാറിയിരിക്കുകയാണ് എന്നും അതുകൊണ്ട് തന്നെ ഉജ്ജ്വലമായ വിജയം LDFിന് നേടാൻ കഴിയുമെന്നുമാണ് അദ്ദേഹം ആത്മവിശ്വാസം പ്രകടിപ്പിച്ചത്. സിന്ദൂരി. ശരി, വ്യക്തമാണ് സനോജ് പറഞ്ഞതുപോലെ തന്നെ കോട്ടയത്തിന്റെ ഒരു തെരഞ്ഞെടുപ്പ് ചിത്രമാണ് നമുക്കിപ്പോൾ വ്യക്തമായിരിക്കുന്നത്. വലിയ തരത്തിലുള്ള പോളിംഗ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. ഒപ്പം തന്നെ ഇടതുപക്ഷം തുടരുക എന്നുള്ള തരത്തിലുള്ളൊരു മനോഭാവവും അവിടെയുള്ളവരിൽ വളരെ വ്യക്തമായി കാണുവാൻ സാധിക്കുന്നു. NSSൽ സുകുമാരൻ നായരുടെ പ്രതികരണത്തിൽ നിന്നും നമുക്ക് അത് തന്നെയാണ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അതിന്റെ വിശദമായ വിവരങ്ങളാണ് സനോജ് ഇപ്പോൾ പങ്കുവച്ചത്.